ഹായ്. അപ്പോൾ പെട്രോളിന് വില കൂടിയെന്ന് പറഞ്ഞപ്പോൾ ഒരാളുടെ വീഡിയോ കണ്ട്, കുറച്ച് പ്രായമുള്ള ഒരാൾ പറഞ്ഞതാണ്, പെട്രോളിന് വില കൂടിക്കോട്ടെ, ആൾക്ക് പെൻഷൻ തുക ഉണ്ട്, 2.5 ലക്ഷം എന്തോ പെൻഷൻ ഉണ്ട്. അപ്പം മൂപ്പർക്ക് കുഴപ്പമില്ല, പൈസ ഉള്ള ആൾക്കാർ കാറിൽ പോവാം, പൈസ ഇല്ലാത്ത ആൾക്കാർ സൈക്കിളിൽ പോകാം, സാധാരണക്കാരുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്. അപ്പം സ്വന്തം കാര്യം മാത്രം നോക്കിയിട്ട് മറ്റുള്ളവരോട് ഒരു ദയ കാണിക്കാണ്ട് അങ്ങനെ ഒരു ചിന്ത പോലും അയാളുള്ളിൽ ആ സംസാരത്തിലില്ല. പക്ഷെ അയാളെ ശരിയായിരിക്കും അയാൾ പറഞ്ഞത്. പക്ഷെ അങ്ങനെ എല്ലാവരും ചിന്തിച്ചില്ലെങ്കിൽ ഇവിടെ പലർക്കും ഒരു ലൈഫ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ഇതിന് മുന്നേ അവിടെ കൊറോണ കഴിഞ്ഞിട്ടുണ്ട്, നിപ്പ കഴിഞ്ഞിട്ടുണ്ട്, പ്രളയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഉദാഹരണങ്ങൾ മാത്രമാണ്. ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രളയം വന്നപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, എല്ലാ മനുഷ്യരും ഒരു ഒരു കൊടീൻ്റെതോ ഒരു നിറത്തിൻ്റെതോ ഒന്നുമില്ല, എല്ലാവരും മനുഷ്യന്മാർ സമന്മാർ തന്നെ. ഒരിക്ക് ഞാൻ മറിമായത്തിലല്ല തട്ടിമുട്ടി പറഞ്ഞ സീരിയലിൽ ഒരു സീൻ കണ്ടിരുന്നു. ഈ ഒരു സീനിൽ കണ്ടതാണ്, ഈ പൈസക്കാരനാന്നുള്ള ഒരു സാധനം. അതിൽ സഹദേവൻ എന്നൊരു ക്യാരക്ടർ പറയുന്നുണ്ട്, പൈസ ഉണ്ടല്ലോ എന്നോട് കുഴപ്പമില്ല, പ്രളയം വന്നാൽ കുഴപ്പമില്ല എന്ന്. എന്നപ്പോൾ അതിലുള്ള വേറൊരു കഥാപാത്രം പറയുന്നതാണ്, പൈസ ഉണ്ടായിട്ടോ ഇവിടെയൊക്കെ പലരും ദുരിതാശ്വാസ ക്യാമ്പൊക്കെ താമസിക്കുന്ന നേരം ഏതെങ്കിലും കാക്ക ബന്നും കൊത്തി കൊണ്ടുപോകുന്നത് കാണുന്നുണ്ടോ, കാൽമേൽ ഒരു ബന്നുണ്ടോ എന്ന് നോക്കി കഴിഞ്ഞിട്ട് ഒരു കഷ്ണം ബന്നിന് വേണ്ടി കഴിഞ്ഞിട്ട് കെഞ്ചിനെ പൈസക്കാർ ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട്. അതായത് ആ ഒരു സ്ട്രഗിളിങ് ആണ് പറഞ്ഞത്. കൂടുതലുള്ള ആൾക്കാരെ സ്ട്രഗിളിങ് കാണാത്ത ആൾക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർത്തും സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അയാൾ സംസാരിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ മാത്രം കാര്യമാണ്. അപ്പം നമ്മൾ സ്വന്തം കാര്യം മാത്രം നോക്കി പോണ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരല്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ നമ്മളെ നാട്ടിലുള്ളതുകൊണ്ടാണ് നമ്മളെ നാടിന്നും നിലനിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ കണ്ടതിൽ 2 ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ ഒരാൾ ഒന്നും ജീവനോടല്ല, പക്ഷേ വേറെ ഒരാൾ ഇപ്പോഴും ഉണ്ട്. അവൻ ഫുൾ ടൈം മുടൂർ അങ്ങാടിയിൽ ഒക്കെ ആയിട്ട് ഉണ്ടാവും, ആശാന് ഫുൾ ടൈം ഉണ്ടാവും. അവനെ അറിയണമെങ്കിൽ നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിൽ കയറി ഇടപെടും. ഇതിന് മുന്നിൽ ഓണുണ്ടാകും, എല്ലാ പ്രശ്നത്തിനും മുന്നിലും ഉണ്ടാവും, അത് തീർക്കാനും. മുടൂർ എന്തൊരു പ്രശ്നം, നമ്മുടെ നാട്ടിൽ എന്തൊരു പ്രശ്നം അറിയില്ല, അവനെ വിളിച്ചു ചോദിച്ചാൽ മതി, നാട്ടിൽ എന്തൊരു പ്രശ്നമുള്ള അവൻ പറഞ്ഞു തരും, ഒന്ന് അന്വേഷിച്ചിട്ട് അറിയും. അപ്പോൾ ഓൻ അറിയാണ്ട് ഒരു കാര്യങ്ങളാണ് നടക്കൂല. ആള് ലൈഫിൽ ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ട ഒരാളല്ല, പക്ഷേ നാടിന് വേണ്ടിയിട്ട് നാട്ടിൽ കൂടി ഓടി നടക്കുന്നതിൽ ഓൻ ഉഷാറാണ്. പിന്നെ രണ്ടാമത്തെ ആൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനോടല്ല. ഞാനും ഓനും കൂടി ഒക്കെ ഒരു ബൈക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടാൽ വണ്ടി ആടെ നിർത്തും. ആടെ ഒരു ആക്സിഡൻറ്റോ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ആ ആക്സിഡൻറ്റിനകത്തേക്ക് ഇറങ്ങിയിട്ട് വേണ്ടത് കാര്യങ്ങളൊക്കെ ചെയ്ത്, ഇനി ആശുപത്രിയിലേക്ക് പോലെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആടെ വരെ പോകും, ചെന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് എന്തായി എന്നൊക്കെ അറിഞ്ഞിട്ടൊക്കെ തിരിച്ചു പോരും. അപ്പോൾ ആൾ ലൈഫിൽ ഭയങ്കരമായിട്ട് സെറ്റിലായിട്ടുള്ള ഒരാളായില്ലായിരുന്നു, ഒരുപാട് പൈസ ഉള്ള ഒരാളായിരുന്നില്ല, കൂലിപ്പണിയായിരുന്നു. ഇന്നെപ്പോലെയൊക്കെ തന്നെ കൂലിപ്പണിയായിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ നാട്ടിൽ അവന് ആൾ മരണപ്പെട്ട സമയത്ത് അറിയണമെങ്കിൽ ഏറ്റവും കൂടുതൽ അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാരാണ്. അവനെ കൊണ്ട് സഹായം കിട്ടിയ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതായത് നാളെ വിറ്റ് ഓന് വാക്കുകളിലൂടെ അല്ലെങ്കിൽ ആൾക്കാരെ മനസ്സിൽ ജീവിക്കുന്ന തന്നെ ഒരാളാണ്. ഓനിപ്പോഴും സ്റ്റിൽ എല്ലാവരുടെ മനസ്സിലും ഒരു ഏതെങ്കിലുമൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും സംസാരിക്കുന്ന ഒരു പേരാണ് അവൻ്റെത്. അപ്പോൾ നമ്മളെ കയ്യിൽ എന്തോ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് നമ്മളെ കാര്യം മാത്രം നോക്കി ജീവിക്കുക എന്നുള്ളതല്ല, നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരെയും കൂടി നമ്മളെ ലൈഫിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മളെ ലൈഫ് കൊണ്ട് ഒരു നേട്ടം കൊണ്ട് ഓൽക്കും കൂടി എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുന്ന രീതി ജീവിക്കുമ്പോഴാണ് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു അർത്ഥമുള്ളത്. അപ്പം ഞാനെന്തോ കുറേ ഉപകാരങ്ങൾ ചെയ്തുകൊണ്ടൊന്നല്ല, നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒക്കെ ഞാനും ചെയ്യലുണ്ട്. മാക്സിമം നമ്മൾ തടിയോട് സഹായിക്കാന്ന് പറയുന്നുണ്ട്. പൈസ കൊണ്ട് സഹായിക്കാൻ ആരെയും പറ്റിയില്ല, പക്ഷെ തടി കൊണ്ട് എല്ലാവരെയും സഹായിക്കാൻ ട്രൈ ചെയ്യലുണ്ട് മാക്സിമം. അപ്പോൾ എല്ലാവരുടെ കഥയിൽ നമ്മൾ നല്ലൊരാളായിക്കൊള്ളൊന്നുമില്ല, കുറേ ആൾക്കാരുടെ കഥയിൽ നമ്മൾ വില്ലന്മാരായിരിക്കും, പക്ഷേ പറ്റും പോലെയൊക്കെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ച് ജീവിക്കുന്ന അയാളുടെ മാത്രം ലൈഫ് മാത്രം നോക്കി ജീവിക്കുന്നതാണ്. പക്ഷെ അങ്ങനെ അല്ലാത്തൊരു കൂട്ടം ആൾക്കാർ നമ്മളിവിടെ ഉണ്ട് എന്നുള്ളത് അയാളിപ്പോൾ ഉള്ള ആൾക്കാരോട് പറയാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ നാട് നിലനിന്ന് കൂടുന്നത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു അഭിപ്രായം മാത്രമാണ്. അപ്പോൾ പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞു പോയ കാര്യങ്ങൾ കഴിഞ്ഞു പോയതാണെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും വിട്ടിട്ട് പുതിയ ലൈഫായിട്ട് മുന്നോട്ട് പോവുക, അതൊക്കെ നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ പാസ്റ്റിൽ നമ്മൾ കിട്ടിയ ഉപകാരങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. പാസ്റ്റിൽ നമ്മൾ വേദന ആണെങ്കിൽ മാത്രം വിട്ട് കളയാം, പക്ഷേ പാസ്റ്റിൽ നടന്ന് നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അതൊരിക്കലും മറന്നു പോകരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാം ഓർക്കുക, നമ്മളെ കേരളം, നമ്മളെ നാട്, നമ്മളെ കഴിഞ്ഞു വന്ന ലൈഫ്, അതിൽ നമ്മൾ എത്ര ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്, എത്ര ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, അതൊന്നും മറന്നു പോകരുത്. അതുപോലുള്ള ആൾക്കാർ ചിന്തിക്കേണ്ടതാണ്, മറന്നു പോയി തോന്നുന്നു. അത്രയേ ഉള്ളൂ.